മാണിക്യച്ചിറകുള്ള മാറത്ത് കൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കൊതിച്ചു പോയി. ഹേ ഹേ കണ്ടു മലനിര, ഹോ കണ്ടു താഴ്വര. Hey guys, welcome to D Vlogs. ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു വ്ളോഗ് എടുത്തിട്ടും കുറേ ആയും തോന്നുന്നു എനിക്ക്. അതായത് അശിക്ക് ജോലിക്ക് പോകാനില്ലാത്തൊരു ദിവസം കേട്ടോ, വീട്ടിൽ തന്നെ ഉള്ളപ്പോൾ ഞാനിപ്പോൾ കുറച്ചായിട്ട് വ്ളോഗൊന്നും എടുക്കാറില്ല, അശിനെ കിട്ടാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഇവിടെ ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നുള്ളിപ്പെറുക്കിയിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. ഡേ ഇൻ മൈ ലൈഫ് ഒന്നുമല്ല കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയതാണ് ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്നുള്ളത്. അങ്ങനെ ഞാൻ മുടി കെട്ടുവാണ്. ഞാൻ പുതിയൊരു സ്റ്റൈൽ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചതല്ല, ഞാൻ യൂട്യൂബിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. അപ്പോൾ ഇതാണ് സ്റ്റൈൽ. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ഒരു ബൺ ഹെയർ സ്റ്റൈലൊന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് ഒരു കൊതി, അങ്ങനെ ഞാൻ ചെയ്തതാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ചെയ്ത് വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇല്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ? അധികം ലോങ്ങും അല്ല അധികം ഷോർട്ടും അല്ലാത്ത എൻ്റെ അത്ര മുടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ഈസി ബൺ ഹെയർ സ്റ്റൈലാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം. അശി കാണിച്ചിട്ടപ്പോൾ ഇഷ്ടമായി കേട്ടോ. അതിനിടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് അശീൻ്റെ അടുത്ത് എൻ്റെ കഴുത്തിലൊന്നും മസാജ് ചെയ്ത് തരാൻ പറഞ്ഞു. ഓയിൻമെൻറ്റ് ഇട്ടിട്ട് ഞാൻ പെടലിയായി ഗൈസ്. കഴുത്ത് എങ്ങനെയാണ് ഒളുക്കിപ്പോയതെന്നറിയില്ല. ഓയിൻമെൻറ്റ് ഇടുമ്പോൾ നല്ല തണുപ്പ് കിട്ടും. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇക്കളിയാവുക. ഇന്നേക്കിപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ. ഇന്നലെയാണ് ആക്ച്വലി സ്റ്റാർട്ടായത്. ഇന്നലെ ഓയിൻമെൻറ്റൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉളുക്കിപ്പോയത് എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും മനസ്സിലാവില്ല. പെട്ടെന്നായിരിക്കും കഴുത്തിന് വേദന വരിക. എനിക്ക് തോന്നുന്നു ഇത് പാരമ്പര്യമാണെന്ന്. കാരണം എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ അധികം ഉണ്ടാവാറുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നെയും പിടിച്ചു ഗൈസ്. അങ്ങനെ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കഴുത്ത് തിരിച്ച് നോക്കിക്കേന്ന് പറഞ്ഞ് ഞാൻ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, കുറവുണ്ട്, എന്നാലും കംപ്ലീറ്റ് മാറിയില്ല. അപ്പോൾ അതേ എൻ്റെ കഴുത്ത് പിടിച്ച് ഒറ്റത്തിരിക്കൽ. കൊന്നില്ലെന്നേ ഉള്ളൂ, ഭർത്താവായി പോയില്ലേ, അതുകൊണ്ട് ഞാൻ വെറുതെ വിട്ടു. പിന്നെ ഞങ്ങൾ ആം റെസ്ലിംഗ് കളിച്ചേ. അങ്ങനെ തന്നെയല്ലേ പറയുക. അശിക്കാണെങ്കിൽ എണീക്കാനും മടി. ഞാൻ പറഞ്ഞു അവിടെ തന്നെ കിടന്നു, ഞാൻ ഇങ്ങനെ കളിച്ചോളാന്ന്. എനിക്കിന്ന് അശീനെ വീട്ടിൽ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ. കാരണം F1-ൻ്റെ തിരക്കായിട്ട് ഒരു മാസത്തോളം തീരെ കിട്ടാറേ ഇല്ലായിരുന്നു. എപ്പോഴും ഡ്യൂട്ടി. അപ്പോൾ കുറേ കാലത്തിന് ഒരു മാസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ വീട്ടിൽ കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ സന്തോഷമാണ്. എനിക്കാണെങ്കിൽ അശീൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയമൊക്കെ ഞാൻ അശീൻ്റെ കൂടെ തന്നെ നിൽക്കാനേ സ്പെൻഡ് ചെയ്യാനേ നോക്കുള്ളൂ. അങ്ങനെ 2 തവണ കളിച്ചു. 2 തവണയും ഞാൻ തന്നെ ജയിച്ചു ഗൈസ്, കള്ളക്കളി കളിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി നോക്കി. അശീൻ്റെ കൂടെ കളിച്ചിരുന്നാൽ മാത്രം പോരല്ലോ. കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അതേ അമ്മ കയ്പ്പയ്ക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, തൊട്ടിപ്പുറത്ത് നിന്ന് മീൻ വറക്കുന്നുണ്ട് എന്ന്. നല്ല മാന്തളാണ് കേട്ടോ. ഇതിന് നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക? ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ പറയുക കേട്ടോ. അതാ കുറച്ച് ഇനിയും വറക്കാനുണ്ട്. പിന്നെ സാമ്പാറാണെന്ന് വെക്കുന്നത്, അതിന് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ചേച്ചി ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ വന്നിട്ട് അപ്പോൾ കഷ്ണം അവിടെ ഇങ്ങനെ വെച്ചത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മുറിച്ചിടാൻ പറഞ്ഞിട്ട് ഞാൻ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിടാണ് കേട്ടോ. ഇവിടുന്ന് അമ്മ എപ്പോഴും പറയും ഞാൻ വീഡിയോയിൽ ഉപ്പേരി ഉണ്ടാക്കുന്നത് മാത്രം കാണിച്ചിട്ട് എല്ലാവരും വിചാരിക്കും എനിക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ മാത്രമേ അറിയൂ എന്ന്. അങ്ങനെയൊന്നല്ല കേട്ടോ. ഉപ്പേരി മാത്രമൊന്നല്ല, അത്യാവശ്യം വേണ്ടതൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഇവിടെ ഇപ്പം എന്തായാലും അമ്മയും ചേച്ചിയൊക്കെ ഉള്ളപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ മെനക്കെടൂല. എന്തുണ്ടാക്കുകയാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് ചോദിക്കും ഇത്ര മതിയോ, ഇങ്ങനെയാണോ ചോദിച്ചേ ചെയ്യുള്ളൂ. അതിപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ബാക്കിയുള്ളവർ തീരുമാനിക്കണം. ചുമ്മാ പറഞ്ഞതാട്ടോ. അത്രയ്ക്കൊന്നും എന്തായാലും മോശമാവില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അച്ഛൻ പറയുമായിരുന്നു ദേവുവിന് ചെറിയൊരു കൈപ്പുണ്യൊക്കെ കിട്ടോ, ഒന്നുകൂടൊന്ന് ശ്രദ്ധിച്ചാൽ പെർഫെക്റ്റ് ആവുമെന്ന്. അച്ഛൻ മാത്രമല്ല അമ്മയും ചേച്ചി അവർക്കൊക്കെ ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കോട്ടെ വിചാരിച്ചിട്ട് എന്നെ പറ്റിച്ച് പറയുകയാണോയെന്നറിയില്ല. എന്തായാലും തരക്കേടില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സാമ്പാർ ഉണ്ടാക്കാനൊന്നും എനിക്കറിയില്ല, അത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ അറിയാം എന്തൊക്കെ ആഡ് ചെയ്യണം, എന്തൊക്കെ ഇടണം, എങ്ങനെയൊക്കെയാണെന്നൊക്കെ അറിയാം. എന്നാലും ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ളൊരു പ്രൊസീജിയർ ഞാൻ കറക്റ്റ് നോക്കി വെച്ചിട്ടില്ല. അപ്പോൾ ഇത് സാമ്പാർ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പുളി ഒഴിക്കുകയാണ്.
പിന്നെന്താ അതിനിടയ്ക്ക് മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് അതൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് അടുപ്പത്ത് വെച്ചാൽ മാത്രം മതി. മീൻകറി മാന്തൽ തന്നെയാണ്, കുറച്ച് മുളകിട്ട് വെക്കാമെന്നും പറഞ്ഞു. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും എല്ലാം ഇട്ട് പിന്നെ കുറച്ച് ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ കൊത്തിയിട്ട് പിന്നെന്താ പുളി ഒഴിച്ച് വെക്കുകയാണ്. എനിക്ക് കൂടുതലും ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറീനേക്കാളും കൂടുതൽ ഈ മുളകിട്ട് വെക്കുന്ന കറികളാണ് കേട്ടോ ചോറിന് കൂട്ടാൻ ഇഷ്ടം. അതിപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു എരിവിനോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം. ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ മുളകിട്ട് വെക്കുന്ന കറി കൂടുതൽ ഒരു ഇഷ്ടമാണ്, ചോറ് കൂടുതൽ കഴിക്കും. അപ്പോൾ അങ്ങനെ മീൻകറിക്കുള്ളതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേക്ക് സാമ്പാറിലേക്ക് വറവിടുകയാണ്. കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് സാമ്പാറിലേക്ക് വറവിട്ടു. അത് കഴിഞ്ഞിട്ട് അവിടേക്ക് നേരെ മീൻകറിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ആവട്ടെ. നമ്മുടെ മീൻ ഏതാണ്ട് ആയിട്ടുണ്ട്. എനിക്ക് വറുത്ത മീനിനോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം കറി വെക്കുന്നതിനേക്കാളും. അങ്ങനെ സാമ്പാറും ഉപ്പേരിയും മീനും ഒക്കെ കൂട്ടി ചോറൊക്കെ നല്ലോണം കഴിച്ച് വൈകിട്ടായപ്പോൾ ആശിക്ക് ജിമ്മിൽ പോകാനായിട്ടുണ്ട്. ഇപ്പോൾ ജിമ്മ് സ്റ്റാർട്ടാക്കി. അപ്പോൾ അതിന് മുമ്പ് പ്രീ വർക്കൗട്ട് എടുക്കാൻ പോവാണ്. അതിന് എന്നെയും പിടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കുടിച്ച് നോക്ക് എന്നും പറഞ്ഞിട്ട് വേണ്ടാന്ന് ഞാനൊരു 1000 വട്ടം പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് കുടിച്ചാൽ താൻ പറന്ന് നടക്കും, അത്രയ്ക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. ഇതിലൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഞാൻ കിടന്നൊഴിച്ച് എൻ്റെ മുടിയൊക്കെ പോയി ഗൈസ്. ഇന്നാണെങ്കിൽ ഞാൻ കുളിച്ചതുമില്ല. ഇതാണ് അവസ്ഥ. അശി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നിനും പോവാതെ അശിയുടെ കൂടെ തന്നെ നിൽക്കാൻ നോക്കും. കുടിച്ചപ്പോഴാണെങ്കിൽ എന്തോ നല്ല പൈനാപ്പിൾ ജ്യൂസ് പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ എന്തോ ഒരു ടേസ്റ്റ് കേട്ടോ. ഞാൻ ചൊറിഞ്ഞു വരും. പിന്നെ ആദ്യം ചെവി ചുണ്ട് ചൊറിയുന്നില്ലേ, ഇനി ചെവി ചൊറിയാൻ തോന്നുന്നു, പിന്നെ നെക്കിയും ചൊറിയാൻ തോന്നുന്നു. അപ്പോഴാണ് ഞാൻ പറഞ്ഞു നടക്കുന്നു. എന്താ ചതിച്ചാണല്ലോ. പൈനാപ്പിളിന്റെ ടേസ്റ്റ് മാറുന്നില്ല വായിൽ. ഇവിടെ നോക്ക് എന്തൊക്കെയോ ചൊറിയുന്നു. ഇത് കുടിച്ചാൽ താൻ പറന്ന് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പറക്കൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. ഞാൻ അതിൽ വീണുപോയി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അശി വരുമ്പോഴത്തേക്ക് റെഡിയായി നിന്നു കേട്ടോ. അശി വന്നിട്ട് ഫ്രഷായി പുറത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ അത് ഡ്രസ്സൊക്കെ ചെയ്ത് റെഡി ആവാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കേട്ടോ പോകുന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ റീറ്റെയിൽ മാർട്ടിലോട്ടാണ് പോകുന്നത്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എപ്പോഴും നമ്മൾ ലുലുവിലും ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റീറ്റെയിൽ മാർട്ടിലോട്ട് പോയി. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ അങ്ങനെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ. അപ്പോൾ എല്ലാവരും അവിടുന്ന് ഓരോന്നോരോന്നായിട്ട് എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാനില്ലായിരുന്നു അവിടുന്ന്, അതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാ ബില്ല് ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊന്ന് ബീച്ചിൽ പോകണമെന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. അങ്ങനെ ബീച്ചിലൊക്കെ പോയി. ബട്ട് ബീച്ചിൽ പോയ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. വക്ര ബീച്ചിലായിരുന്നു പോയത്. അവിടെ തീരെ ലൈറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് പോയി ഇങ്ങ് പോന്നു, അത്രയേ ഉള്ളൂ. അവിടെ സ്പെൻഡ് ചെയ്തൊന്നുമില്ല. എന്നിട്ട് റൊട്ടാനയിലോട്ടാണ് കേട്ടോ പോയത് ഫുഡ് കഴിക്കാൻ. ഇവിടെയും ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. പുതിയ ഓരോ ടേസ്റ്റ് അറിയുമ്പോഴാണല്ലോ ഒരു രസമുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ പോയി എന്താണ് ഓർഡർ ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അശിക്ക് വേണ്ടതൊക്കെ നോക്കുന്നുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഓർഡർ ചെയ്യാമെന്ന്. ഞാൻ ആദ്യമേ എനിക്ക് പൊറോട്ടേനോട് ഇപ്പോൾ തീരെ താല്പര്യമില്ല. അപ്പോൾ പൊറോട്ട വേണ്ടാന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചിരുന്നു. ബട്ട് അവസാനം എത്തിയത് പൊറോട്ടയിൽ തന്നെയാണ് കേട്ടോ. അതെനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ. എന്ത് വേണ്ടാന്ന് വിചാരിക്കുന്നോ അവസാനം ഞാൻ എത്തുന്നത് അതിൽ തന്നെ ആയിരിക്കും. അങ്ങനെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ ലോലിപോപ്പും പിന്നെ പ്രോൺസിൻ്റെ ഒരു ഐറ്റവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് എൻ്റെ അടുത്ത് മറന്നുപോയി. അങ്ങനെ ഫസ്റ്റ് ആ പ്രോൺസിൻ്റെ അതാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതായി ഇങ്ങനെ കൊല്ലൊക്കെ കുത്തിയിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. അങ്ങനെ പ്രോൺസിൻ്റെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ ലോലിപോപ്പും വന്നിട്ടുണ്ട്. ചിക്കൻ ലോലിപോപ്പ് ഡ്രൈ ആണ് പറഞ്ഞത്, അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ തന്നെ ഒരു ഡ്രൈ ഐറ്റം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ബോൺലെസ് ആണ്, അതുകൊണ്ട് കഴിക്കാൻ നല്ല എളുപ്പമുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നേ. പിന്നെ അശി വേറെന്തോ ബാബിക്യൂ ആണെന്ന് തോന്നുന്നു വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഒരു കറിയും കൂടെ വാങ്ങിച്ചിട്ടായിരുന്നു. എല്ലാം എൻ്റെ പേര് മറന്നുപോയി ഗൈസ്. അങ്ങനെ പൊറോട്ടയും ചിക്കനും എല്ലാം കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഹാപ്പിയായി. അങ്ങനെ വീട്ടിലെത്തി. ഇനി നേരെ കിടക്കണം, ഉറങ്ങണം. അതിന് മുമ്പ് ഒന്ന് ഫ്രഷ് ആവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ഗുഡ് നൈറ്റ്.